ഈ ഭർത്താക്കന്മാർ കിഴങ്ങന്മാരായാലും എന്ത് ചെയ്യും അല്ലേ? ഒരു വല്ലാത്ത ചോദ്യമാണ്. ഭാര്യ കാര്യം നോക്കുന്നില്ല, സ്വന്തം കാര്യം നോക്കുന്നില്ല, ഇങ്ങനെ തണുപ്പിനെ പോലെ അവിടെ മാറിയിരിക്കും. ഭാര്യ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള നിലപാടാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും? പല സിനിമകളിലും ഈ പറവൂർ ഭരതൻ ചെയ്യുന്ന വേഷമുണ്ട്. ഭാര്യയൊക്കെ പറയുന്ന റാൻമൂളി ഇങ്ങനെ കേൾക്കുന്നു, ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെയുള്ളൊരു ഭർത്താവാണ് ഒരു ഭാര്യയുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അല്ലേ? പലതും സംഭവിക്കും. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിൻ്റെ മരണത്തിന് പിന്നിൽ ഇങ്ങനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാര്യകാരണങ്ങളാണ് ഇന്ന് പറയുന്നത്. സന്ദീപ് എന്ന 36-കാരനെ ഒരു റബ്ബർ തോട്ടത്തിൽ ആരൊക്കെയോ ചേർന്ന് തല്ലി ചതച്ചിട്ടിരിക്കുകയാണ്. വാർത്ത കേട്ടവരെല്ലാം കൂടി നേരെ ആ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കൂടുകയാണ്. അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയാമോ? ചോരയെ കുളിച്ച് കിടക്കുന്ന സന്ദീപ്. വല്ലാത്തൊരു കാഴ്ചയായി. ആരൊക്കെ തട്ടി വിളിച്ച് ഉണർത്താൻ ശ്രമിച്ചു, പക്ഷേ സന്ദീപ് അപ്പോഴേക്കും മരിച്ചു. എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്കായിപ്പോയി. സന്ദീപ് ആ നാട്ടിൽ, അതായത് ചിറ്റൂർ ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവനായിരുന്നു. 36 വയസ്സേ ഉള്ളൂ. നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്. ആര് എപ്പോൾ വിളിച്ചാലും ഓടിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് കൊടുക്കും. കൂലിവേലയാണ് ജോലിയെങ്കിലും എപ്പോൾ വിളിച്ചാലും സന്ദീപ് റെഡിയാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവനാണ് ഈ വിധത്തിൽ, ദാരുണമായ വിധത്തിൽ ആ തോട്ടത്തിൽ മരിച്ചു കിടക്കുന്നത്. പക്ഷേ അവിടെ മുതൽ ഒരു സംശയം തുടങ്ങിയാണ്. ആരാണ് ഈ സന്ദീപിൻ്റെ ശത്രു? എങ്ങനെയാണ് മരണപ്പെട്ടിരിക്കുന്നത്? ഒരു പിടിയുമില്ല. അങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആ ഗ്രാമം കാത്തിരിക്കുവാണ്. റിപ്പോർട്ട് കിട്ടി. ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. എന്താണെന്നറിയുമോ? സന്ദീപിനെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ സന്ദീപിൻ്റെ വാരില്ലുകളെല്ലാം തല്ലി തകർന്നിരിക്കുവാണ്. ആ വാരില്ല് കൊണ്ട് ശ്വാസകോശം തകർന്നിരിക്കുന്നു, കരൾ തകർന്നിരിക്കുന്നു, ആന്തര അവയവങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സന്ദീപിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒന്നിലേറെ പേർ ചേർന്ന് മൃഗീയമായിട്ട് ആ ശരീരം നശിപ്പിച്ചിരിക്കുകയാണ്. ആരാണത്? ഒരു പിടിയുമില്ല. ഇത് ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരു മലയോര മേഖലയാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പുറത്തുനിന്ന് വണ്ടിയോ അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതാണല്ലോ ഈ നാട്ടിൻപുറത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി അങ്ങനെയെങ്കിലും അപരിചിതമായിട്ട് ഏതെങ്കിലും വണ്ടിയോ ആൾക്കാരോ വല്ലതും ആ ഭാഗത്തുകൂടി കടന്നു പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി CCTV പരിശോധിക്കുന്നു. CCTV പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരിൽ ആരോ ചിലർ പറയുകയാണ് പോലീസിനോട്, സാറേ അന്ന് രാത്രി, സംഭവം നടക്കുന്ന രാത്രി, ഒരു പരിചയമില്ലാത്തൊരു വണ്ടി ഈ ഭാഗത്തുകൂടി കടന്നുപോയി. അത് തവേര പോലെയുള്ളൊരു വണ്ടിയാണ്. സ്വാഭാവികമായിട്ട് സംശയിക്കാം. അങ്ങനെ ഒരു വണ്ടി ആ ഭാഗത്തേക്ക് വരേണ്ട യാതൊരു കാരണവുമില്ല. CCTV മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ സത്യമാണത്. ഒരു വണ്ടി പലവട്ടം ആ രാത്രിയിലൂടെ ഈ സംഭവം നടക്കുന്ന ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്നു. എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നിരിക്കുന്നത് രാത്രിയാണ്. കൃത്യമായിട്ട് പ്ലാനോടുകൂടി തന്നെയാണ് സംഭവം നടന്നിരിക്കുന്നത്. ആ തവേരയിലുള്ളവരാണ് ഈ കൊല ചെയ്തിരിക്കുന്നത്. ആരാണവർ? അങ്ങനെ ആ തവേരയെ ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നു. സൂക്ഷ്മം പോലെ ചെങ്ങറ എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്ത് വെച്ച് പോലീസ് ആ തവേര കയ്യോടെ പിടികൂടുകയാണ്. തവേര പരിശോധിച്ചപ്പോഴാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച. തവേരയിൽ നമ്മുടെ മറ്റേ എന്തോ ഒരു പടം ഉണ്ടല്ലോ, ക്യാപ്റ്റൻ രാജു പറയുമല്ലോ, മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറയുന്ന സംഭവത്തിൻ്റെ കൂട്ടാണ്. ആ തവേര നിറച്ച ആയുധങ്ങളാണ്. മലപ്പുറം കത്തി, നാടൻ തോക്ക്, ഉണ്ട, വെടിയുണ്ട, കത്തി എന്ന് പറയുന്നത് കത്തി തന്നെ പല വിധത്തിലുള്ള കത്തി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ്, ഒരു മനുഷ്യനല്ല ഒന്നിലേറെ മനുഷ്യനെ വേണമെങ്കിലും കൊല്ലാം, ആ വിധ സജ്ജീകരണങ്ങളോട്ടാണ് ആ തവേര ഇങ്ങനെ സഞ്ചരിച്ചിരിക്കുന്നത്. തവേരയിലുള്ള ആൾക്കാർ മുഴുവൻ പിടിച്ചിറക്കി. ഒന്നാമതായിട്ട് കടന്നു വരുന്നത് കൃഷ്ണൻകുട്ടി അണ്ണനാണ്. കൃഷ്ണൻകുട്ടി അണ്ണൻ നോട്ടിയാണ് കേട്ടോ. കൃഷ്ണൻകുട്ടി അണ്ണനാണ് നമ്മുടെ കഥാനായകൻ. രണ്ടാമത് വരുന്നത് സുരേഷ് കുമാർ. മൂന്നാമത് വരുന്നത് നല്ല മല്ലയുദ്ധത്തിനൊക്കെ തയ്യാറായി നിൽക്കുന്ന ഗോപിയാശാനാണ്. അങ്ങനെ 3 പേരും കയ്യോടെ പിടികൂടി. ഇവരെ പിന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവരുടെ പ്രവൃത്തി വെച്ച് ആയുധങ്ങൾ കണ്ടെത്തി, ഇവരുടെ പ്രവൃത്തിയെപ്പറ്റി ഏകദേശം ധാരണയായി. അങ്ങനെ ഇവർ ആ കുറ്റം ഏൽക്കുകയാണ്. ഇവരാണ് ആ മൃഗീയമായിട്ടുള്ള കൊലപാതകം ചെയ്തിരിക്കുന്നത്. എന്ത് കൊലപാതകം? സന്ദീപ് എന്ന് പറയുന്ന 36-കാരനെ ദാരുണമായ വിധത്തിൽ ആ തോട്ടത്തിൽ വെച്ച് രായ്ക്ക് രാമാനം കൊലപ്പെടുത്തിയതാരൊക്കെയാ? ഇവർ 3 പേരും ചേർന്നാണ്. അതിൽ ഒന്നാം പ്രതിയാണ് ആര്? നമ്മുടെ കൃഷ്ണൻകുട്ടി അണ്ണൻ. കൃഷ്ണൻകുട്ടി അണ്ണൻ കൊടുത്ത ഒരു വൻ കൊട്ടേഷൻ സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. ഈ കൃഷ്ണൻകുട്ടി അണ്ണൻ എന്തിനാണ് ആ സന്ദീപിനെ കൊലപ്പെടുത്താനായിട്ട് രംഗത്ത് വന്നത്? എന്തിനാണ് കൊട്ടേഷൻ കൊടുത്തത്? ഇവർ തമ്മിൽ എന്തിനാണ് ഇത്ര വലിയ ശത്രുത ഉണ്ടായത് അല്ലേ? അതിനു പിന്നിൽ ഒരു വലിയ കഥ ഒരുപാട് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ കഥ എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻകുട്ടിയാണെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ അറിയാമോ? ശബരിമല സീസൺ തുടങ്ങിയാണ്. ശബരിമല തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാം, സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അയ്യപ്പന്മാർ വന്ന് ഇങ്ങനെ നേരം ഇഷ്ടംപോലെ പൈസ കേരളത്തിന് ദാനം ചെയ്തിട്ട് അവർ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് പങ്ക് തനിക്കും കിട്ടണം എന്ന് വിചാരിച്ച് ചെറിയൊരു ഷെഡ് കെട്ടാൻ വേണ്ടി പോവുകയാണ് കൃഷ്ണൻകുട്ടിയാണ്. അങ്ങനെ ഷെഡ് കെട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു പയ്യൻ, ചെറുപ്പക്കാരനായ പയ്യൻ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് വരികയാണ്. ഞാൻ സഹായിക്കണം, അണ്ണൻ എന്ത് ആവശ്യം, ഞാൻ കൂടെ വയ്ക്കത്തില്ല അണ്ണ, കൊള്ള എനിക്ക് അണ്ണ സഹായിച്ചില്ല, പിന്നെ ഞാൻ മനുഷ്യനാണോ എന്നൊക്കെ പറഞ്ഞു വരികയാണ്. നേരെ നമ്മുടെ സന്ദീപ് എന്ന് പറയുന്ന ചുറിയുറുക്കുള്ള ആ പയ്യൻ. ഇതാരാണെന്നറിയാം? സന്ദീപ് സദാനന്ദൻ്റെ പ്രിയപ്പെട്ട മകനാണ്. സദാനന്ദൻ അണ്ണന് 2 മക്കളാണ്, 2 ആൺപിള്ളേരാണ്. ഇളയ പയ്യനുണ്ട്, ഇവൻ മിടുക്കനാണ്. ആര്? സന്ദീപ്. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സന്ദീപാണ്.
അങ്ങനെ കടയൊക്കെ കെട്ടി ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സന്ദീപിൻ്റെ കണ്ണിൽ ഒരു കാര്യം ഉടക്കുകയാണ്. അവിടെ മുതലാണ് ഇവൻ്റെ സമയദോഷം തുടങ്ങുന്നത്. കൃഷ്ണൻകുട്ടി അറിയുന്നില്ല. കൃഷ്ണൻകുട്ടി വിചാരിച്ച് തന്നെ സഹായിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സന്ദീപിൻ്റെ ഭാഷയും പടുതിയൊക്കെ മാറുന്നത്. അവൻ്റെ കണ്ണിൽ ഒരു കാര്യം ഉടക്കുകയാണ്. എന്തായിരിക്കും അല്ലേ? ഈ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ മകള് ഇവനുമായിട്ട് അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ സുനിയായിട്ട് എത്ര വർഷമായിട്ട് ഒരു അടുപ്പമുണ്ട്? അത് ഞങ്ങൾക്ക് 40, എനിക്ക് 5-6 വർഷത്തിന് മുമ്പ് തൊട്ടുണ്ട്, 6 വർഷത്തിനൊക്കെ മുമ്പോട്ട്. ഇവൻ ഈ അട്ടത്തോട്ട് അയ്യപ്പൻ കോളിന് കച്ചവടമുള്ള ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത്. അന്ന് ഇവൻ അവിടെ ഷെഡ് കെട്ടാൻ പോകുമായിരുന്നു. ഷെഡ് കെട്ടാനൊക്കെ കട കെട്ടാൻ പോകുമ്പം അന്ന് ഇവൻ വന്ന് പറയാമായിരുന്നു, ഈ കൃഷ്ണൻകുട്ടി ഇപ്പം അവൻ്റെ മരുമകൻ ഒരു പിന്നെ വലിയ ഗുണമില്ല, വലിയ കഴിവില്ലാത്തവൻ, അവൻ്റെ കൂടെ കെട്ടിച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ഇവനത് വന്ന് ഞങ്ങളുടെ വീട്ടിൽ പറയണമെങ്കിൽ ഇവന് അവളുമായിട്ട് അന്നേ ഇഷ്ടമുണ്ടെന്ന് ഏകദേശം ഞങ്ങൾക്കറിയാമായിരുന്നു. അത് 6 വർഷത്തിലൊക്കെ കൂടുതലായെന്ന് തോന്നുന്നു. ആരാണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ കൃഷ്ണൻകുട്ടി അണ്ണൻ്റെ മകൾ. ഈ മകളുടെ കാര്യമാണെങ്കിൽ മകള് കല്യാണം കഴിച്ച് 2 പിള്ളേരും ഉണ്ട്. അണ്ണ നമ്മുടെ സാധാരണ പറയുന്നുണ്ടല്ലോ, ഭർത്താവ് കിഴങ്ങനാണ്, കാര്യങ്ങൾ നോക്കുന്നില്ല. ആ വിടവിലേക്കാണ് നമ്മുടെ സന്ദീപ് ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും പ്രണയം ഇങ്ങനെ തീപ്പൊരിയായിട്ട് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ പെൺകുട്ടിയെ നമുക്ക് അപർണ എന്ന പേരിൽ വിളിക്കാം കേട്ടോ, വേറെ പേരാണ്. എങ്കിലും അപർണയ്ക്ക് ഈ സന്ദീപിനും അപർണയും തമ്മിൽ ഭയങ്കര ദൃഢമായ പ്രണയമാണ്. രണ്ടുപേർക്ക് കാണാതിരിക്കാൻ പോലും പറ്റുന്നില്ല. പ്രണയം അങ്ങനെ തലയ്ക്ക് പിടിച്ചത്. അതാണ് ഈ പ്രണയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. പെണ്ണ് കെട്ടിയതാണോ 2 കെട്ടിയതാണോ 3, അതൊന്നും ഒരു വിഷയമേ അല്ല. അതാണ് പ്രണയം. ചുരുക്കി പറഞ്ഞാൽ സന്ദീപിനിപ്പോൾ ആ പെൺകുട്ടിയെ വേണം. ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ. ഏതെങ്കിലും അപ്പനും അമ്മയും സഹകരിക്കുമോ? ചെറുക്കൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അവനിപ്പോൾ വീട്ടിലൊരു നിബന്ധന വെച്ചിരിക്കുവാണ്, ഞാനിപ്പോൾ കല്യാണം കഴിക്കുവാണെങ്കിൽ ജീവിക്കുവാണെങ്കിൽ ആ പെണ്ണിനോടൊപ്പം മാത്രമേ പറ്റൂ എന്ന് അവൻ സ്വന്തം പിതാവിനോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? സദാനന്ദനോട് പറഞ്ഞു. സദാനന്ദൻ എന്ത് പറഞ്ഞു? ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കുക എന്ന് ഈ സദാനന്ദന് ഉറപ്പ് കൊടുക്കുകയാണ്. അല്ല, ഞങ്ങൾ ഇനി വിളിച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞ അവൻ ഇറങ്ങി പറയുന്നത് നിനക്ക് ഇഷ്ടമാണെന്ന് വിളിച്ചോണ്ട് വന്ന് താമസിച്ചോളെ പറഞ്ഞ അതിനനുസരിച്ച് കൊടുക്കണം. അത് ഞങ്ങൾ പറഞ്ഞു. അല്ല, പ്രായപൂർത്തിയായാലും അതൊക്കെ എനിക്കറിയാം. പ്രായപൂർത്തിയായാലും അവർക്ക് ഇഷ്ടമാണെന്ന് വിളിച്ചോണ്ട് താമസിച്ചോളാനും പറഞ്ഞു. പ്രണയത്തിൻ്റെ മറ്റൊരു ഭാഗമാണല്ലോ ഈ കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറഞ്ഞാൽ. കാമുകന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാമുകി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കും. അവനെ സഹായിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലായിരിക്കും പലപ്പോഴും കാമുകിമാർ നിൽക്കുന്നത്. അങ്ങനെ പലപ്പോഴും ഈ സന്ദീപിനെ സഹായിക്കുന്നത് ഈ അപ്പുറത്ത് നിൽക്കുന്ന വിവാഹിതയായിട്ടുള്ള പെൺകുട്ടിയാണ്. സ്വർണമായിട്ടും പണമായിട്ടൊക്കെ ഈ സന്ദീപിനെ പലപ്പോഴും ഈ പെൺകുട്ടി സഹായിക്കുന്നുണ്ട്. കൊടുക്ക വാങ്ങലുമുണ്ട്. അവനന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നെ ഇങ്ങനെ കൈപൊക്കി പറഞ്ഞ് അവർക്ക് ഞാൻ പിന്നെ വളം വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് തൂക്കം വരുമെന്ന് അറിയത്തില്ല. സന്ദീപിന് ഫോൺ മേടിക്കാൻ വേണ്ടി പൈസ ഇല്ലാഞ്ഞപ്പോൾ അവളെ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട്. അവൻ വന്ന് പറയുകയും ചെയ്തു, അവൾ കാശ് തന്നാൽ ഞാൻ ഫോൺ മേടിച്ച് എന്നൊക്കെ പറയുകയും ചെയ്തു. ഇനി സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാം, എനിക്ക് ഊഹിക്കാം, എനിക്കറിയാം. എന്താണെന്നറിയാമോ? ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് ഞെട്ടിക്കുന്നതായിരിക്കും. ഇത് സ്വാഭാവികമായിട്ടും ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അറിയുമല്ലോ. അറിഞ്ഞു, ഭർത്താവ് അറിഞ്ഞു, പെണ്ണിൻ്റെ അച്ഛൻ അറിഞ്ഞു, ഒരു നാട് മുഴുവൻ അറിഞ്ഞു. ഭർത്താവ് അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്, ഇന്നോടൊക്കെ ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഭർത്താവ് പാവപ്പെട്ടവൻ്റെ കാര്യം നോക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ഇവനെ വേണം എന്നുള്ള വാശിയിൽ നിൽക്കുമ്പോൾ വീട്ടുകാർ ഇടപെടുന്നു. ഭയങ്കര രൂക്ഷമായ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടി ഒരു കടുങ്കൈ കാണിക്കുകയാണ്. വിഷമടിച്ച് ആശുപത്രിയിലായി. വളരെ സീരിയസ് ആണ്. പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുകയാണ്. ഇതിനിടയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആളല്ല രംഗത്തിറങ്ങി പുറപ്പെടുന്നത്. ഈ പെണ്ണിൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി പുറപ്പെടുകയാണ്. ഇനി അവനെ കഥം ഖുദാകെ തീർക്കണം. ഇനി അവൻ ഭൂമിക്ക് മീതെ ജീവിക്കാൻ പറ്റത്തില്ല. തൻ്റെ കുടുംബം നശിപ്പിച്ച്, തൻ്റെ ചെറുക്കനാണെങ്കിൽ എവിടെയോ എന്തൊക്കെയോ പോലും നടക്കുകയാണ്. അവൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ഇനി ഇതിനെല്ലാം കാരണം സന്ദീപാണ് എന്നും പറഞ്ഞ് 2 ഗുണ്ടകളെ 2 സ്ഥലത്ത് നിന്ന് ഇറക്കുകയാണ്. ഗോപിയാശാനും സുരേഷും. ഗോപിയാശാൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്യാവശ്യം തെരിയുടെയൊക്കെ പഠിച്ച ആളാണ്. കുത്തിമറിയൊക്കെ ചെയ്തു, ഇങ്ങനെ നിട്ടയൊക്കെ നിന്ന് കളയും. അമ്മാതിരി പണിയൊക്കെ ഗോപിയാശാനുണ്ട്. എനിക്ക് ചില സിനിമ ഓർമ്മ വരുന്നത്, മലപ്പുറം ഹാജി, ഇതൊക്കെ ഒരു സിനിമ ഉണ്ടല്ലോ. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇറക്കുമല്ലേ, മാമക്കോയ, അമ്മാതിരി 2 സൈസിനെയാണ് ഇറക്കുന്നത്. അങ്ങനെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരു മനുഷ്യൻ അറിയാൻ പാടില്ല. സന്ദീപ് എങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാല് തെറ്റി, ഇത് മലയോര പ്രദേശമില്ലയോ, കാല് തെറ്റി താഴേക്ക് വീണു, അങ്ങനെ മരിച്ചു എന്നേ വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആക്കണം എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരു വണ്ടി നിറച്ച് ആയുധം ഇറക്കി. നമ്മുടെ ക്യാപ്റ്റൻ രാജുവിൻ്റെ പോലെ മലപ്പുറം കത്തി മറ്റേ മാങ്ങ തുല്യവട്ടൊക്കെ വന്നിരിക്കുവാണ്. കൃഷ്ണൻകുട്ടിയാണ് എന്നോട് മറ്റൊരു ചോദിക്കുവാണ്, ഏത് വെച്ചാണ് അവനെ കൊല്ലേണ്ടത്, മലപ്പുറം കത്തി വേണോ സാധാ കത്തി വേണോ എന്നൊക്കെ പറഞ്ഞ്. കൃഷ്ണൻകുട്ടി കണ്ണം പറഞ്ഞാണ്, നിങ്ങൾ എങ്ങനെ കൊന്നു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ ആ പ്ലാൻ തയ്യാറാക്കാൻ പോവുകയാണ്. അന്ന് രാത്രി മൂവരും ചേർന്ന് ആ പയ്യനെ തന്ത്രപൂർവ്വം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു. പറ്റിയൊരു സമയത്ത് കിട്ടുന്നു, അവനെ കഥാം ഖുദാഹി അവനെ തീർക്കുകയാണ്. എന്നിട്ട് രായ്ക്ക് രാമാനം ആ ടവേര നേരെ
അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. എന്തായാലും കാര്യം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ 3 പേരും കൂടി അടിച്ച് പൊളിച്ച് കുശലമൊക്കെ പറഞ്ഞ് തോളത്ത് കൈയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ 3 പേരും മണ്ടന്മാരെന്ന് പറയുന്നത് അല്ലേ. സാധാരണ ഇത്രയും വലിയ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ആരെങ്കിലും ഈ രാജ്യത്ത് നിൽക്കുമോ? രാജ്യം തന്നെ വിട്ടുപോകാനാണ് പലപ്പോഴും കൊലയാളികൾ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അതിനൊന്നും ഇവർ ശ്രമിക്കുന്നേ ഇല്ല. പകരം ഒരു നായാട്ടിന് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഒരു വേട്ടയ്ക്കുള്ള പുറപ്പാടിലാണ് 3 സംഘം. വണ്ടി നിറച്ച ആയുധങ്ങളുണ്ട്, തോക്കുണ്ട്, അമ്പും വില്ലും എല്ലാം ഉണ്ട്. കിട്ടുന്ന ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കണം, ഇവിടെ വിടണം എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത്. അങ്ങനെ ആ പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പണി നടക്കുകയാണ്. CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. തവേരെ കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അപരിചിതമായിട്ടുള്ള വാഹനങ്ങൾ എവിടെയുണ്ടെങ്കിലും പിടിക്കാൻ തന്നെ പോലീസ് കർശന നിർദ്ദേശം കൊടുക്കുകയാണ്. ഇതൊന്നും ഈ മണ്ടന്മാർ അറിയുന്നില്ല. കൃത്യമായിട്ട് പോലീസിൻ്റെ വലയിൽ ചെങ്ങറ വെച്ച് കൃഷ്ണൻകുട്ടിയാണെന്ന് സംഘവും പിടി വീഴുകയാണ്. അങ്ങനെ വണ്ടി മുഴുവൻ പരിശോധിക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തുന്നു, കൊലപാതകത്തിൻ്റെ എല്ലാ തെളിവുകളും അവരിൽ നിന്ന് കിട്ടുന്നു. കയ്യോടെ തപ്പി 3 പേരെയും, കൃഷ്ണൻകുട്ടി അണ്ണനെ 1ാം പ്രതിയായിട്ടും സുരേഷ് അണ്ണനെയും ഗോപി അണ്ണനെയൊക്കെ 2, 3 പ്രതിയായിട്ടൊക്കെ തട്ടി അകത്താക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതാണ് സ്വാഭാവികമായിട്ട് ആരാണ്? ഭർത്താവ് ആണല്ലോ അല്ലേ. ഭാര്യ സംരക്ഷിക്കുക. ഇനി ഭാര്യയുടെ ചില ബുദ്ധിമോശം കൊണ്ട് വല്ലവനോടൊക്കെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്ന ആരാണ്? ഭർത്താവാണ്. ഇവിടെ നമ്മുടെ ഭർത്താവ് കമാന്ന് രക്ഷ മിണ്ടുന്നില്ല. പകരം ആ കാമുവിനെ വകവരുത്താൻ ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്? കാമുകിയുടെ അച്ഛൻ, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനാണ് കൊട്ടേഷൻ കൊടുത്ത് അവനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ഭർത്താവിൻ്റെ ഒരു പിടിപ്പുകേട് നമുക്ക് കാണാൻ പറ്റും. അയാൾ ഒന്നിനും പുറപ്പെടുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ ഈ ചിറ്റാറിൽ നടന്ന ഈ സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. എല്ലാ എപ്പിസോഡും പറയുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. അവിഹിതത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദുരന്തം തന്നെയായിരിക്കും. ആദ്യമൊക്കെ 2 പേർക്കും നല്ല സുഖമായിരിക്കും, ആരും അറിയുന്നില്ല, ഭയങ്കര സത്യം അങ്ങനെ പോകും. പക്ഷേ ഇന്നലെ നാളെ ഒരു കൊളുത്തിങ്ങനെ പിടുത്തം വീഴും. അതോടെ എല്ലാം തീരും. എന്തായാലും ഇത്തരത്തിലുള്ള അവിഹിത ബന്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഒരു ഓർമ്മയാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.